എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതായത് നമ്മൾ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ വിഷനാണ് കേരളത്തിലെ ആദ്യത്തെ വാർത്താ ചാനൽ. ആ സമയത്ത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ചോരത്തിളപ്പുള്ള കൃത്യമായ സ്റ്റാൻഡുള്ള ഒരു കൂട്ടം ആളുകളുടെ സ്ഥാപനമായിരുന്നു അത്. ഡോക്ടർ MK മുനീറിൻ്റെ നേതൃത്വത്തിൽ അതിന് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഞാൻ അന്നൊരു മന്ത്രിയുടെ പുത്രനാണ്, ഡോക്ടർ MK മുനീർ മന്ത്രിയാണ്. പക്ഷേ ഞങ്ങൾ ഒരു കരുണയും അന്നത്തെ സർക്കാരിന് കാണിച്ചില്ല. എന്തിന് MK മുനീറിൻ്റെ പാർട്ടിയോട് പോലും ഞങ്ങൾ കാണിച്ചില്ല. MK മുനീറിൻ്റെ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകളോട് പോലും കാണിച്ചില്ല. അത് ഞാൻ എൻ്റെ കാര്യം സേഫാക്കിയിട്ടല്ല ഞാൻ MK മുനീറിൻ്റെ നേതാവിനെ തേടിപ്പോയത്. എൻ്റെ അച്ഛൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ആ സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ വളരെ സജീവമായി കൊടുത്തിട്ട്, അപ്പോൾ അതൊരു വിപ്ലവമായിരുന്നു. ഒരു പുതിയ പാത വെട്ടിത്തെളിച്ചിരുന്നു. ഞങ്ങൾ ഒരാളുടെയും മുഖം നോക്കിയിരുന്നില്ല, ഒരാളുടെയും. പിന്നീട് ഇന്ത്യ വിഷനിൽ നിന്ന് വഴി പിരിഞ്ഞ ഞാൻ അടക്കമുള്ളവർ യഥാർത്ഥത്തിൽ ഇന്ത്യ വിഷന്റെ വഴിയിലൂടെ തന്നെയാണോ സഞ്ചരിച്ചതെന്ന് സംശയം തോന്നണം. ആ സാഹചര്യം മറികടക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇന്ത്യ വിഷൻ വെട്ടിത്തെളിച്ച വഴിയിൽ ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ്. അതിനകത്ത് വിഷസർപ്പങ്ങളുണ്ട്. അതിനെ ഒന്ന് നീക്കം ചെയ്ത് ഒന്നുകൂടി ആ പാത വെട്ടിത്തെളിക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ അങ്ങ് നേരിട്ട് ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ചില സെന്റൻസുകളിലൊക്കെ നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടുന്ന ആളല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ പുറകെ കൂടും, ചില വിഷയങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് ഉറച്ച തീരുമാനം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് ഇത് വരാൻ ഇടയാകുന്ന തരത്തിൽ അത്രയും വലിപ്പത്തിലാണോ ഇത് പോകുന്നത്? അത്രയൊന്നും വലിപ്പമൊന്നും ഇതിനില്ല. എന്നോട് അത് ചോദ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അത്രയൊന്നും വലിപ്പമുള്ളതായി ഞാൻ കരുതുന്നുമില്ല. പക്ഷേ നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. എന്നെ പൂട്ടിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കേസിനെ ഭയന്ന് ഞാനൊന്ന് പതുങ്ങിക്കളയും. എനിക്ക് അങ്ങനെ ഉപദേശിക്കാൻ പോലില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ വീട്ടിലാരെങ്കിലോ അയ്യോ കേസ് വരികയല്ലേ ഉടനെ എന്നാൽ പിന്നെ അതൊന്ന് കുറച്ച് കളയാമെന്ന് പറയാൻ ഉപദേശിക്കാനാവില്ല. എൻ്റെ സ്വഭാവവും അതല്ല. അതുകൊണ്ട് അതിനൊന്നും സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ശരിക്കും കേസ് വന്നതുകൊണ്ടാണെന്ന് കരുതാൻ വയ്യ? എന്തുകൊണ്ടായിരിക്കും ഈ കേസിൽ ഇത്ര ഒരു അറ്റൻഷൻ വേണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ന്യായം എന്താണ് അക്കാര്യത്തിൽ എന്നുള്ളത് ജനങ്ങൾ അറിയണം എന്നുള്ള ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ കേസ് മീഡിയയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് ആ കേസിനെ കുറിച്ചൊന്നും പറയാനുമില്ല. മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിനോടും വെല്ലുവിളിയില്ല. എൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ കോടതി എന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കാര്യത്തിൽ ഈ സെൻറ്റൻസ് പറഞ്ഞതിൽ വീഴ്ച വന്നു, ഞാനത് തിരുത്താൻ തയ്യാറാണ്. ഞാൻ പൂർണ്ണമായ ഒരു നിയമം അനുശാസിക്കുന്ന പൗരനാണ്. കോടതിയോടൊക്കെ എനിക്ക് പരമമായ ബഹുമാനമാണ്. കോടതിയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ആശ്രയവും നമ്മുടെയൊക്കെ ആശ എന്ന കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല.